നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പതിവ് പോലെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളെയാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് ഇച്ചിരി പ്രയാസം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിട്ട് തോന്നത്തുമില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പരീക്ഷാ സമയത്ത് നമുക്ക് കുറച്ച് ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റുമായിരിക്കാം. പക്ഷേ പരീക്ഷയുടെ സമയത്ത് നമുക്ക് ആലോചിച്ച് ചിലപ്പോൾ സമയം കളഞ്ഞേക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി എൻ്റെ ഈ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കാം. സ്പോട്ട് ദ എറർ അല്ലേ? പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്ത്? സ്പോട്ട് ദ എറർ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താ? മോർ യു തിങ്ക് ഓഫ് ഇറ്റ് ദ വേഴ്സ് ഇറ്റ് ബിക്കംസ്. അപ്പം ഇവിടെ പരീക്ഷയ്ക്കിന് എ എന്ന് കാണും, ഇവിടെ ബി എന്ന് കാണും, ഈ ഭാഗത്തിന് സി എന്ന് കാണും, ഇവിടെ ഡി എന്ന് കാണും. ഇങ്ങനെ 4 ഭാഗങ്ങളുണ്ടായിരിക്കാം. അതിൽ ഏത് ഭാഗമാണ് തെറ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം. മോർ യു തിങ്ക് ഓഫ് ഇറ്റ് ദ വേഴ്സ് ഇറ്റ് ബിക്കംസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും അത്രത്തോളം എന്തായി മാറുന്ന? വേഴ്സായി മാറുന്ന. എന്താ വേഴ്സ്? വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. വേഴ്സ് എന്തിൻ്റെ? ബാഡിൻ്റെ. അതായത് വേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മോർ ബാഡ് എന്നാണ്. കൂടുതൽ വഷളാവും അല്ലേ? ബാഡ് മീൻസ് എന്താ? നല്ലതല്ലാത്തത് എന്നർത്ഥം, അല്ലെങ്കിൽ മോശം എന്നൊക്കെ അർത്ഥമില്ല. അപ്പം മോർ ബാഡ് എന്ന് പറയുമ്പോൾ എന്താ? കൂടുതൽ ബാഡാവും. അപ്പം നിങ്ങൾ എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അത്രത്തോളം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് അത്രത്തോളം എന്തായി മാറുമെന്നാണ്? മോശമായി മാറും, വേഴ്സായി മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്? ദ മോർ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ അല്ലേ? എന്താണ്? ദ മോർ. എന്നിട്ട് ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യും? അടുത്ത സെന്റൻസ് എന്തിലായിരിക്കും തുടങ്ങുന്നത്? ദ മോറിലായിരിക്കും തുടങ്ങുന്നത് അല്ലേ? അടുത്ത സെന്റൻസ് എന്തിലായിരിക്കും തുടങ്ങുന്നത്? ദ മോർ. അപ്പം ദ മോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസ് പാറ്റേൺ ആണ്, കൺസ്ട്രക്ഷനാണ്. അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്രത്തോളം പഠിക്കുവാണോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടും അല്ലേ? അല്ലെങ്കിൽ അത്രത്തോളം വിജയസാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പം എത്രത്തോളമാണോ അത്രത്തോളം എന്ന തരത്തിൽ നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ദ മോറും ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തും ദ മോറിൽ തുടങ്ങുന്ന ഈ 2 ഭാഗത്തിൻ്റെയും ഘടന എന്താ? കോമൺ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും അല്ലേ? ഈ പറഞ്ഞ ഒന്നാമത്തെ ദ മോറും അത് കഴിഞ്ഞുള്ള ദ മോറും ഇവിടെ രണ്ടിടത്തും അല്ലേ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? നോക്കാം. the more. Continuous sentence. The more, the more. എന്ന് പറയുന്ന കൺസിസ്റ്റൻസ് ഉള്ള സെന്റൻസ്.
അതിൻ്റെ കൺസ്ട്രക്ഷൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും? ദ മോർ പ്ലസ് ആഡ് വെർബ് ഓർ അഡ്ജക്റ്റീവ്. എന്താ ADJ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡ് വെർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇവിടെ അതേപോലെ ദ മോർ പ്ലസ് ആഡ് വെർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്. ഇവിടെ അതുപോലെ ബാലൻസ്. അപ്പൊ ഈ തരത്തിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ദ മോർ, പിന്നെ ആഡ് വെർബ്, ഇവിടെ എന്താ ആഡ് വെർബ്, പിന്നെ ആഡ്ജക്റ്റീവ്, പിന്നെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്, കോമ ദ മോർ അഡ്ജക്റ്റീവ് ആഡ് വെർബ് ഓർ അഡ്ജക്റ്റീവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്. ഇത് എപ്പോഴായിരിക്കും ആഡ് വെർബ് ആവുന്നത്? ഈ സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ആഡ് വെർബ് ആയിരിക്കും വരുന്നത്. കാരണം ആഡ് വെർബ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ക്രിയയെ വിശേഷിപ്പിക്കാനാണ്, വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് വെർബ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സബ്ജക്റ്റ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അവിടെ നമ്മൾ മോറിന്റെ കൂടെ ആഡ് വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിശേഷിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ നമ്മൾ സബ്ജക്റ്റ് ഇവിടെ മോറിനോട് ഉപയോഗിക്കേണ്ടതാണ് അഡ്ജക്റ്റീവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഈ സബ്ജക്റ്റിന് പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഈ മോറിനോടൊപ്പം ആഡ് വെർബ് ആയിരുന്നു ഉപയോഗിക്കേണ്ടത്. ഇനി പകരം ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ഈ മോറിനോടൊപ്പം അഡ്ജക്റ്റീവ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? മോർ യു തിങ്ക് ഓഫ് ഇറ്റ് ദ വേഴ്സ് ഇറ്റ് ബിക്കംസ്. ഇവിടെ നോക്കുക, നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നു. അപ്പൊ ഇവിടെ തിങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബ, അതുപോലെ ബിക്കംസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? വെർബ. അപ്പൊ ഈ രണ്ട് ഭാഗത്തും നമുക്ക് എന്ത് വരാം? ആഡ് വെർബ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കണം. ഈ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആഡ് വെർബ് ആയിരിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ തിങ്ക് എന്ന് പറയുന്ന വെർബും ഇവിടെ ബിക്കംസ് എന്ന് പറയുന്ന വെർബും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആഡ് വെർബ് ആണ് വരേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആഡ് വെർബ് തരാതെ ഇരിക്കാം, അല്ലേ? എന്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി? ഇവിടെ അഡ്ജക്റ്റീവ് വരാതെ വന്നാൽ മതി. കാരണം ഇത് വെർബിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇവിടെ അഡ്ജക്റ്റീവ് വരാൻ പാടില്ല, ആഡ് വെർബ് വരാം. അങ്ങനെ ആഡ് വെർബ് വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ സെന്റൻസ് നോക്കുമ്പോൾ മോർ യു തിങ്ക് ഓഫ് ഇറ്റ് ദ വേർഡ്സ് ഇറ്റ് ബിക്കംസ് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ നോക്കുക, ഇവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ദ മോർ എന്നാണ് തുടങ്ങേണ്ടത്, അല്ലേ? എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ? മോറിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ എന്തില്ല? ദ ഇല്ല. ഇവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ദ മോർ യു തിങ്ക് ഓഫ് ഇറ്റ് എന്നാ പറയേണ്ടത്. പക്ഷെ അതിന് പകരം ഇവിടെ എങ്ങനെയാ തുടങ്ങിയിരിക്കുന്നത്? മോർ യു തിങ്ക് ഓഫ് ഇറ്റ് എന്ന്, അല്ലേ? ആക്ച്വലി എങ്ങനെയാ തുടങ്ങേണ്ടത്? ദ മോറിലാണ് തുടങ്ങേണ്ടത്. പക്ഷെ ഇവിടെ ദ ഇല്ലാതെ മോറിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പാർട്ട് എ ആണ്, അല്ലേ? പാർട്ട് എ ആണ് എറർ ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ആണ് ഇവിടുത്തെ ആൻസർ, അല്ലേ? പിന്നെ അടുത്ത് നോക്കിയോ, ദ ഡിസീസ്ഡ് ലെഫ്റ്റ് ഡാഷ് ഹിം 2 യങ് ചിൽഡ്രൻ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഡിസീസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മരിച്ചു പോയ ആളെന്നാണ്, അല്ലെ? മരിച്ചു പോയ ഒരു വ്യക്തിയാണ് നമ്മൾ ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇവിടെ ദ ഡിസീസ്ഡ് മരിച്ചു പോയത്. ദ ഡിസീസ്ഡ് ലെഫ്റ്റ് ഡാഷ് ഹിം 2 യങ് ചിൽഡ്രൻ. ഇവിടെ പറയുന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണോ? അല്ല. കാരണം അദ്ദേഹം എന്തോ അസുഖം വന്ന് മരിച്ചു. ആ മരിക്കുന്ന സമയത്ത് തൻ്റെ കുട്ടികൾ വെറും പിഞ്ചു കുഞ്ഞുങ്ങളാണ്, യങ് ചിൽഡ്രൻ ആണ്. അവരെ അനാഥമാക്കിക്കൊണ്ട് അദ്ദേഹം പോയി, അല്ല, സംഭവിച്ച് പോയതാണ്. അപ്പം ഇവിടെ എന്താണ് വരേണ്ടതെന്നുള്ളത്, ഈ ലെഫ്റ്റിന് ശേഷം ഇവിടെ വരേണ്ടത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വിത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, ബൈ എന്ന് കൊടുത്തിട്ടുണ്ട്, ബിഹൈൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കപ്പോഴും ലീവിന്റെ കൂടെ നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കാൻ ചാൻസ്, അല്ലേ? ലീവ് എന്ന് പറയുന്ന വെർബിനോട് കൂടി നമ്മൾ മിക്കപ്പോഴും പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഫോർ ആയിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ബിഹൈൻഡ് ആണ്, അല്ലെ? ലെഫ്റ്റ് ബിഹൈൻഡ് ഹിം, അവന്റെ പിന്നിലാക്കിക്കൊണ്ട്. ബിഹൈൻഡിന്റെ അർത്ഥം എന്താ? പിന്നിൽ നടത്തല്. അപ്പൊ അവന്റെ
ആയി മരിച്ചുപോയ ആളുടെ പിന്നിലേക്ക് മാറ്റിയിട്ട്, എന്ന് വെച്ചാൽ അവിടെ അർത്ഥം എന്താക്കുന്നത്, പിന്നിലേക്ക് മാറ്റിയിട്ട് പോവുക എന്ന് ഉദ്ദേശിക്കുന്നത് അനാഥമാക്കിയിട്ട് പോവുക. അല്ലെ, ആരുമില്ല, ഇനി ഇദ്ദേഹം മരിച്ച സ്ഥിതിക്ക് ഈ കുട്ടികൾക്ക് ആരുമില്ല ആ അർത്ഥത്തിൽ. അപ്പോൾ ലെഫ്റ്റ് ബിഹൈൻഡ് ഹിം, ദ ഡിസീസ്ഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ഹിം 2 യങ് ചിൽഡ്രൻ എന്നാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കൂ, എ ചൈൽഡ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് എ ഫാമിലി ഡാഷ് നേഷൻ. ഇവിടെ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈക്ക് എ എന്ന് കൊടുത്തിട്ടുണ്ട്, ആസ് വെൽ എസ് ഓഫ് എ എന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആസ് എ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്. എ ചൈൽഡ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് എ ഫാമിലി. ഒരു കുടുംബത്തിന്റെ ഭാവിയാണ് ഒരു കുട്ടി. കുടുംബത്തെ പോലെ എന്തിന്റെയും, നേഷന്റെയും. അതായത് ഒരു ദേശത്തിന്റെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ഭാവിയാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ എന്നൊരർത്ഥം വരണം. അപ്പൊ അതുപോലെ തന്നെ എന്നർത്ഥം വരുന്നത് ഇവിടെ ഏതാണ്, ആസ് വെൽ എസ് ആണ്. ആസ് വെൽ എസ് ആണ് അതുപോലെ തന്നെ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുട്ടി എന്ന് പറയുന്നത് അവന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ നേഷന്റെയും, അവൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ, ദേശത്തിന്റെയും ഭാവി വാഗ്ദാനമാണ് ഒരു കുട്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എ ചൈൽഡ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് എ ഫാമിലി ആസ് വെൽ എസ് ഓഫ് എ നേഷൻ എന്നാണ് ഇവിടെ ആൻസറായി വരിക. അടുത്ത് നോക്കുക, ദ പോലീസ് കോർഡോൺ ഓഫ് ദ ഏരിയ ആഫ്റ്റർ ദ എക്സ്പ്ലോഷൻ. ഇവിടെ കോർഡോൺ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസൊലേറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ചെക്ക്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, റീച്ച്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്കെച്ച്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ ഐസൊലേറ്റ് ചെയ്യുക, ഒഴിവാക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്നാണ് ഐസൊലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെപ്പറേറ്റ് അല്ലെ, ഐസൊലേറ്റിന്റെ യഥാർത്ഥ അർത്ഥം എന്തോ, സെപ്പറേറ്റ് എന്ന, മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐസൊലേറ്റ്. ഇനി ചെക്ക് നമുക്കറിയാം എന്താ, പരിശോധിക്കുക അർത്ഥം ചെക്ക്, അല്ലെങ്കിൽ കൺട്രോൾ എന്ന് അർത്ഥമുണ്ട് ചെക്കിന്. അല്ലെ, ചെക്കിനെ പരിശോധിക്കാമെന്നും അതുപോലെ തന്നെ കൺട്രോൾ, നിയന്ത്രിക്കുക എന്നൊരർത്ഥവും എന്തിനുണ്ട്, ചെക്കിന് അർത്ഥമുണ്ട്. ഇനി റീച്ച്ഡ് എന്താ, എത്തിച്ചേരുക എന്നാണ് റീച്ചിന്റെ അർത്ഥം. ഇനി സ്കെച്ച് എന്നാകുമ്പോൾ അടയാളപ്പെടുത്തി എന്നർത്ഥം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, പോലീസ് എന്ത് ചെയ്തു, ഡാഷ് ദ ഏരിയ ആഫ്റ്റർ ദ എക്സ്പ്ലോഷൻ. ആ സ്ഫോടനത്തിന് ശേഷം പോലീസ് ആ ഏരിയ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു, മാറ്റി എന്നർത്ഥമില്ല, സെപ്പറേറ്റ് ചെയ്തു. ഒറ്റപ്പെടുത്തിയോടെ ഉദ്ദേശിക്കുന്നത് ആരും അങ്ങോട്ട് വരാതെ ആ ഏരിയ, അല്ലെ, പോലീസുകാരുടെ ഒരു റിബൺ പോലൊരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തുമായിരിക്കും, ഐസൊലേറ്റഡ് എന്നാണ് അർത്ഥം. അപ്പൊ കോർഡൺ ഓഫ് എന്ന് പറയുന്ന ഫ്രേസിന്റെ ഒറ്റ വാക്കെന്തോ, ഐസൊലേറ്റഡ് അല്ലെ. ദ പോലീസ് കോർഡൺ ഓഫ് ദ ഏരിയ ആഫ്റ്റർ ദ എക്സ്പ്ലോഷൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, ഐസൊലേറ്റഡ് എന്നാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് നോക്കുക, ഡാർക്ക് വർക്ക് ഷുഡ് ബി ദ മോട്ടോ ഓഫ് അവർ സിറ്റിസൺസ്. അതായത് നമ്മുടെ സിറ്റിസൺസ്, പൗരന്മാരുടെ മോട്ടോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡാഷ് വർക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള ജോലി ആയിരിക്കണം നമ്മുടെ പൗരന്മാരുടെ മോട്ടോ. അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതാണോ, ഇൻജീനിയസ് ആയിട്ടുള്ളതാണോ, ഇൻസസെന്റ് ആണോ, റിസോഴ്സ്ഫുൾ ആണെന്നോ ഇവിടെ ചോദ്യം. ഇവിടെ നമുക്ക് എന്താ പ്രൊഡക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലെ പ്രൊഡക്റ്റീവ്. ഇൻജീനിയസ് എന്നാകുമ്പോൾ എന്താ, പ്രതിഭയുള്ള നടത്തില്ല. ഇൻസസെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കണ്ടിന്യൂസ് എന്ന, തുടർച്ചയായ നടത്തില്ല ഇൻസസെന്റ്. റിസോഴ്സ്ഫുൾ എന്ന് വെച്ചെന്തോ, സ്രോതസ് കൊണ്ട് നിറഞ്ഞ നടത്തില്ല റിസോഴ്സ്ഫുൾ കൊണ്ട് ഉദ്ദേശിക്കും. ഇവിടെ എന്തായിരിക്കും, ഇൻസസെന്റ് വർക്ക്, എന്താ വിശ്രമമില്ലാത്ത വർക്ക്, കണ്ടിന്യൂസ് വർക്ക്. ഇൻസസെന്റ് അർത്ഥം എന്തോ, കണ്ടിന്യൂസ് എന്ന്. ഇൻസസെന്റ് വർക്ക്, കണ്ടിന്യൂസ് വർക്ക് ഷുഡ് ബി ദ മോട്ടോ ഓഫ് അവർ സിറ്റിസൺസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, ഇൻസസെന്റ് എന്നാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ക്ലാസ് എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ എൻ്റെ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.